ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ചാൾസ് വർഗീസ് പുളിക്കീട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. അന്നവസ്ത്രാദി നന്മകളിൽ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്ന് കൺമണി പോലെ കാക്കുന്നു. അന്നവസ്ത്രാദി നന്മകളിൽ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്ന് കൺമണി പോലെ കാക്കുന്നു. നിന്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിന്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോർണിംഗ് വോയ്സിൻ്റെ ശ്രോതാക്കൾക്ക് വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി നാം വായിക്കാൻ പോകുന്ന ഭാഗം പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 14 വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു: അന്യദൈവത്തെ നമസ്കരിക്കരുത്, യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു, അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. തീഷ്ണത എന്ന വാക്കിൻ്റെ അർത്ഥം ചൂടുള്ളത്, മൂർച്ചയുള്ളത്, എരിവുള്ള, ഭക്തിയുള്ള, ശക്തിയേറിയ എന്നൊക്കെയാണ്. ദൈവം തീഷ്ണതയുള്ള ദൈവം എന്ന് പറയുമ്പോൾ ദൈവം ഈ കാര്യം വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നു എന്നാണ് അർത്ഥം. പ്രധാനമായി 3 ഭാഗങ്ങളിലാണ് ഈ വാക്യം നാം കാണുന്നത്. പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിൻ്റെ 5 വാക്യത്തിലും, ഇപ്പോൾ വായിച്ച പുറപ്പാട് 34 14 അതുപോലെ തന്നെ ആവർത്തനം 5 9. ഈ 3 വാക്യങ്ങളിലും ഒരേ കാര്യത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ തീഷ്ണതയുള്ള ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇസ്രായേൽ ജനത്തോട് ദൈവം ഈ കാര്യം പറയുവാൻ ഒരു കാരണമുണ്ട്. മനുഷ്യജാതി ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൽ നിന്ന് പല പ്രാവശ്യമായി അകന്നുപോയി. ആദ്യമേ ആദാമിൻ്റെ പാപം മൂലം ഏദൻ തോട്ടത്തിൽ വച്ച് ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ജലപ്രളയത്താൽ നശിപ്പിച്ച് നോഹയുടെ വംശത്തിൽ കൂടി പുതിയൊരു തലമുറയെ വാർത്തെടുത്തിട്ടും ദൈവത്തെ അനുസരിക്കുവാൻ കൂട്ടാക്കാതെ ദൈവത്തോട് മത്സരിച്ച് ഈ തലമുറയും മാറിപ്പോകുന്നു. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് ദൈവം അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് തന്നെ ഒരു വലിയ ജാതിയാക്കുമെന്നും താൻ മൂലം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം നൽകി ദൈവത്തിനായി തന്നെ വേർതിരിക്കുന്നു. തൻ്റെ വാഗ്ദത്ത സന്തതികളായ ഇസ്രായേൽ ജനം ഒരു പ്രത്യേക ജനമായി കാണപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. വിശുദ്ധി പാലിച്ച് ദൈവത്തെ മാത്രം സ്നേഹിച്ച് വേർപെട്ട ഒരു ജനം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ ആ മലയുടെ താഴ്വാരത്തിലെത്തുമ്പോൾ ദൈവം അവിടെ വച്ച് മോശയിൽ കൂടി ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ആദ്യത്തെ കൽപ്പനയിൽ തന്നെ ഈ വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തെ അല്ലാതെ വേറെ ഒന്നിനെയും തന്നെ ഇസ്രായേൽ ജനം സ്നേഹിക്കുകയോ സേവിക്കുകയോ പാടില്ല എന്നാണ്. ഇത് പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞതാണെങ്കിലും ഇന്നും നമ്മോടും ദൈവം ഇത് തന്നെയാണ് പറയുന്നത്. തീഷ്ണതയുള്ള ദൈവമാകുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇത് മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 10 അധ്യായം 37 വാക്യം: എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികമായി മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, കർത്താവ് അല്പം അസൂയോടു കൂടിയല്ലേ ഇത് പറയുന്നത്. ശരിയാണ്. നാം ആദ്യം വായിച്ച
പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 14 വാക്യം നാം ഇംഗ്ലീഷിലൊന്ന് വായിച്ചാൽ അതിങ്ങനെയാണ്: ഡു നോട്ട് വർഷിപ്പ് എനി അതർ ഗോഡ്, ഫോർ ദ ലോർഡ് ഹൂസ് നെയിം ഇസ് ജലസ് ഈസ് എ ജലസ് ഗോഡ്. തീഷ്ണത എന്ന വാക്കിന് ഇംഗ്ലീഷ് തർജ്ജമയിൽ നാം കാണുന്നത് ജലസ് എന്നാണ്, അല്ലെങ്കിൽ അസൂയ. ദൈവത്തിന് അസൂയയുണ്ടോ? അത് ശരിയാണോ? ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കുക. ഇങ്ങനെ ചിന്തിക്കുക: താങ്കളുടെ ഭാര്യയോ ഭർത്താവോ തങ്ങളെക്കാളും അധികമായി മറ്റൊരു പുരുഷനോടോ സ്ത്രീയോടോ അടുപ്പം കാണിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് അസൂയ ഉണ്ടാകില്ലേ? ആ അസൂയ തെറ്റാണോ? അല്ല. അങ്ങനെ ഒരു ചിന്ത ഒരു വ്യക്തിക്കില്ല എങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേ ചിന്ത തന്നെയാണ് ദൈവത്തിനുമുള്ളത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അന്ന് ഇത് പറഞ്ഞപ്പോൾ തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ചിന്തയാണ് മനുഷ്യവർഗത്തോട് ഉള്ള തൻ്റെ സ്നേഹം. ദൈവം ആദ്യമേ മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും തൻ്റെ കൈകൊണ്ട് തന്നെ നിർമ്മിക്കുമ്പോൾ ദൈവം മനുഷ്യനെ വളരെ സ്നേഹിച്ചിരുന്നു. മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി തീർക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ സ്വന്തം ശ്വാസമാണ് തൻ്റെ മൂക്കിലേക്ക് ഊതിവിട്ടത്. മാത്രമല്ല, ദൈവം സർവാധികാരിയായ ദൈവമാണ്. എങ്കിലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ശേഷം ഈ ഭൂമിയെ അടക്കി വാഴുവാനുള്ള അധികാരമാണ് ദൈവം തനിക്ക് കൊടുത്തത്. അർത്ഥാൽ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ഒരു പങ്ക് മനുഷ്യന് കൊടുക്കുന്നു. മാത്രമല്ല, ദൈവം സൃഷ്ടിതാവാണ്. ഒരു വാക്കിനാലാണ് ഈ ലോകത്തെ മുഴുവൻ താൻ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം മനുഷ്യന് സൃഷ്ടിയുടെ ബാക്കി കർമ്മം ചെയ്യുവാൻ ഏൽപ്പിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനായി ഭൂമി മുഴുവൻ നിറയുക. ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി തനിക്കൊരു സ്ത്രീയെയും ഭാര്യയായി കൊടുത്തു. എങ്കിൽ ഇനി മനുഷ്യൻ തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും തൻ്റെ തലമുറകളെ വർദ്ധിപ്പിച്ച് ദൈവം തുടങ്ങിയ സൃഷ്ടിയുടെ പ്രവൃത്തി തുടരണം. അങ്ങനെ നോക്കിയാൽ ദൈവം എത്രയോ അനുഗ്രഹങ്ങളാണ് മനുഷ്യന് നൽകിയത്. എന്നാൽ മനുഷ്യൻ ദൈവത്തെക്കാളും അധികമായി സാത്താൻ്റെ വാക്കിന് വില കൊടുത്ത് അവൻ്റെ പിന്നാലെ പോയി ദൈവം തനിക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും സാത്താന് അടിയറ പറഞ്ഞു. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന് പിശാചിനെ അനുസരിച്ച് നരകത്തിലേക്ക് പോകുന്ന ജനത്തെ കണ്ട് ദൈവത്തിൻ്റെ തീഷ്ണതയിൽ സ്വർഗം വിട്ട് മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ഇറങ്ങി വന്നതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞു, എന്നെക്കാൾ അധികമായി നിങ്ങൾ ആരെയും സ്നേഹിക്കരുത്. ഇന്നും കർത്താവിൻ്റെ വാക്കിന് മാറ്റമൊന്നുമില്ല. കാരണം കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, എൻ്റെ ശ്വാസം ഞാൻ നിൻ്റെ മൂക്കിൽ ഊതിയെന്ന് മാത്രമല്ല, നിന്നെ ജീവനുള്ള ദേഹിയാക്കി തീർത്തുവെങ്കിൽ ആ ഞാൻ തന്നെയാണ് എൻ്റെ തീഷ്ണതയിൽ നിന്നെ തേടി ലോകത്തിൽ വന്ന് നിൻ്റെ പാപം മുഴുവൻ ചുമന്നുകൊണ്ട് ആ കാൽവറി ക്രൂശിൽ കയറി നിനക്ക് പകരമായി ഒരു പകരക്കാരനായി ക്രൂശിൽ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത്. എൻ്റെ സ്വന്തം രക്തത്താൽ ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങി എൻ്റെ സ്വന്തമാക്കി തീർത്തു, ദൈവമകനാക്കി തീർത്തു. ഇനിയും നീ എന്നെ വിട്ടുപോയാൽ എനിക്ക് അസൂയ തോന്നില്ലേ? ഇതേ കാര്യം പിന്നെ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ എഴുതുന്നു. യാക്കോബിൻ്റെ ലേഖനം 4 അധ്യായത്തിൻ്റെ 4 വാക്യം ഇങ്ങനെ പറയുകയാണ്: വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ സ്നേഹിക്കുന്നവരെ യാക്കോബ് വിളിക്കുന്ന വാക്കാണ് വ്യഭിചാരികളെ. ദൈവത്തിൻ്റെ ആ മഹാസ്നേഹത്തെ കാണാതെ പോകുന്ന ഏത് മനുഷ്യനും ആത്മീകമായ ഈ താന്ന തരംകെട്ട അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഈ ലോകത്തിൽ നമ്മെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയോ? ഇല്ല, ഒരു നാളുമില്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ അധികമായി ഇന്ന് മനുഷ്യൻ മറ്റുള്ള മനുഷ്യരിലാണ് ആശ്രയം വയ്ക്കുന്നത്. ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവജനത്തോടു കൂടി
കൂട്ടായ്മ ആചരിക്കുവാനും ഇന്ന് പലപ്പോഴും സമയമില്ലാതെ പോകുന്നു. കാരണം ജോലിയുണ്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റ് ചില കൂട്ടായ്മകളുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത ചില ഫംഗ്ഷനുകൾ. ഇതെല്ലാം ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. എബ്രായർ 10:25 ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. സഭായോഗങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദൈവവചനത്തിൽ ആവർത്തിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനാൽ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ ദൈവവചനം പഠിച്ച് ദൈവത്തെ ഉണ്മയായി സ്നേഹിച്ച് ദൈവ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിച്ച് ദൈവപ്രസാദം നേടുവാൻ വേണ്ടി ഈ ചിന്തകൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഒന്നുമില്ലായ്കയിൽ നിന്ന് നീ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നുരക്ഷ